പ്രിജി പറയുകയാണ്, ദേശാഭിമാനിയിൽ ഇന്ന് വാർത്ത വന്നിരുന്നു, MD ഈ കാര്യങ്ങൾ, ഈ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് പറയുകയുണ്ടായി. ഞാൻ മുഖ്യമന്ത്രിയെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇങ്ങനെ ഒരു വാർത്ത ദേശാഭിമാനിയിൽ വന്നിട്ടും MD വാസുദേവൻ നായർ അത് തെറ്റാണ്, ദേശാഭിമാനിയിൽ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് ഇതുവരെ നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടില്ലല്ലോ എന്ന് താങ്കളുടെ മറുപടി ശ്രീ വസന്ത്. ശ്രീ മഞ്ജുഷ്, ഇന്നലെ MD വളരെ കൃത്യമായി ഇങ്ങനൊരു വിമർശനം അയച്ചുവിടും. ഇന്ന് രാവിലെ ഇടതുപക്ഷ മോദിക്ക് നേരെയാണ്, ഇത് മോദിക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അതിനെ തിരിച്ചു വെക്കുന്നു. ഇന്ന് വൈകുന്നേരം ഇടത് സഹയാത്രികൻ കൂടിയായ ശ്രീ പ്രിജി അദ്ദേഹം പറയണത് ഇത് 2003 മോദിക്കെതിരെയുമല്ല, ഇത് 2003 വാജ്പേയി വന്നത് AK ആന്റണി ഗവൺമെന്റിനെതിരെയാണ്. ആളുകൾ ചർച്ചയ്ക്ക് വരുന്നവർ ഇത് മമ്പാറ്റും പ്രഭുവിനും സർ CP പറഞ്ഞാൽ പോലും അതിശയിക്കാനില്ല. അതുകൊണ്ട് ഇവർ ന്യായീകരിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളത്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. രണ്ട്, പണ്ട് ഒരു ഗ്രാമമുഖ്യൻ ഒരു ജനസമൂഹത്തെ നോക്കി കള്ള എന്ന് വിളിച്ചു. ഉടനെ ഒരാള് യഥാർത്ഥ കള്ളൻ ഏറ്റു എന്നിട്ട് പറഞ്ഞു, ഞാനല്ല കള്ളൻ, ഇതാ അവനെയാണ് വിളിച്ചത്, ഇവനെയാണ് വിളിച്ചത്. പക്ഷെ ഈ കള്ളന്റെ തലയിൽ കോഴിപ്പപ്പിരിക്കുകയാണ്. ആ അവസ്ഥയാണ് ഇന്ന് CPM-നുള്ളത്. എന്തിനാണ് CPM-നെതിരായിട്ടുള്ള വിമർശനം, അല്ലെങ്കിൽ CPM എന്തിനാണ് ഇത് ഏറ്റുപിടിക്കാൻ പോകുന്നത്? ഇനി അഥവാ CPM-ന്റെ വാദം അംഗീകരിക്കാം, ഇത് BJP-ക്കെതിരായിട്ടുള്ള വിമർശനമാണ്, നരേന്ദ്രമോദിക്കും RSS-നും സംഘപരിവാരത്തിനും എതിരായിട്ടുള്ള വിമർശനമാണെങ്കിൽ എന്താണ് സർ പ്രിജി നിങ്ങൾ ഇത് ഏറ്റെടുക്കാത്തത്? നിങ്ങൾ എന്താണ് ഇതിന് വലിയ ഓഡിയൻസ് ഉണ്ടാവേണ്ട എന്ന് അങ്ങ് തീരുമാനിക്കുന്നത്? അപ്പൊ RSS-ഉമായിട്ട് നിങ്ങൾ സെറ്റിൽഡ് ആണ്. നരേന്ദ്രമോദിക്കെതിരായിട്ടാണ് MD-യുടെ വിമർശനമെങ്കിൽ ആ വിമർശനത്തിന് കൂടുതൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, കൂടുതൽ ഓഡിയൻസിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇടതുപക്ഷമല്ലേ? ആ ഇടതുപക്ഷം ഇത് തൽക്കാലം അധികം ഒന്നും പറയണ്ട, ഒന്ന് തട്ടിയും തലോടിയും പോയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് നിങ്ങളെ പറ്റി തന്നെ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബാലേന്ദ്ര മേനോൻ എന്ന് പറഞ്ഞത്, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന്. സാറാ ജോസഫ്, MN വാസുദേവൻ, എത്ര സാഹിത്യകാരന്മാരാണ് വളരെ കൃത്യമായി ഇതിനെപ്പറ്റി MD പറഞ്ഞത് ആരെയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു വെച്ചല്ലോ. അപ്പൊ അതിനൊന്നും നിങ്ങൾക്ക് ഉത്തരവില്ല. രണ്ടാമത്, ഇപ്പൊ ശ്രീ പ്രിജി പറയാണ് ദേശാഭിമാനി പറഞ്ഞില്ലേ? പ്രിജി, ദേശാഭിമാനി പറഞ്ഞത് മുഴുവൻ ഹൈക്കോടതി കയറി ഇറങ്ങിയാണ്. ഹൈക്കോടതിയുടെ വരാന്തകളിൽ ഓരോ ദിവസം ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർമാർ പോയി നിൽക്കുകയാണ്. അപ്പൊ കോടതി ചോദിക്കും ഇന്ന് ഏത് കേസിലാണ് വന്നത്? അപ്പൊ ഒരു ചീഫ് എഡിറ്റർ പറയും ഇത് മറിയക്കുട്ടിക്കെതിരായ കേസാണ്, മറ്റൊരു ചീഫ് എഡിറ്റർ പറയും ഇത് യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കള്ളവാർത്ത കൊടുത്താണ്. അങ്ങനെ ദേശാഭിമാനി എന്ന പേര് മാറ്റി അപമാനമായി മാറുന്ന പത്രമാണ് നിങ്ങളുടെ ദേശാഭിമാനി. അതുകൊണ്ട് അതിലെഴുതിയ കഥയൊന്നും ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണ്ട. ഇനി MD-യുടെ വിമർശനം നോക്കാം. ആർക്കെതിരെയാണ് എന്ന് നമുക്ക് വിശദീകരിക്കണമല്ലോ. MD-യുടെ വിമർശനത്തിൽ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും പറയുന്നത്. ഒന്ന്, അധികാരം, ആ അധികാരവുമായി ബന്ധപ്പെട്ട തിമിരം. അധികാരവുമായി ബന്ധപ്പെട്ട തിമിരം എന്ന് പറയുമ്പോൾ എനിക്കും കോൺഗ്രസ്സുകാരനല്ലാത്ത NMPS-നും പ്രിയപ്പെട്ട പ്രിജിക്കുമൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ആരുടെ മുഖമാണ്? അത് സഹാവ് പിണറായി വിജയന്റെ മുഖം തന്നെയാ. അധികാരത്തിന്റെ തിമിരം ബാധിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്ന് ഈ 48ഉം 58ഉം പോലീസ് വാഹനങ്ങളിൽ പ്രിജിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പ്രിജി അതിൽ നിന്ന് ഒഴിവാക്കണം. അദ്ദേഹത്തിന് പിണറായി വിജയനെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്ന് തോന്നിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, താങ്കൾക്കത് നരേന്ദ്രമോദിയെ കുറിച്ചാണെന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണെന്ന് എന്തുകൊണ്ട് കണക്കാക്കാൻ സാധിക്കുന്നില്ല? കേൾക്കൂ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ നവകേരള സദസ് നടക്കുന്നതിന് മുമ്പ് വരെ നരേന്ദ്രമോദി പ്രോ വേർഷനും പിണറായി വിജയൻ ലൈറ്റ് വെർഷനും, ഈ ഫേസ്ബുക്കിലൊക്കെ പ്രോയും ലൈറ്റും വെർഷൻ ഉണ്ടല്ലോ, അങ്ങനെ ആയിരുന്നു ഈ അധികാരത്തിന്റെ തിമിരത്തിന്റെ കാര്യത്തിലെങ്കിൽ നവകേരള സദസ്സ് നടത്തി അവിടെ എത്തിയപ്പോഴേക്ക് ഞാനാണ് ചേട്ടൻ മൂപ്പളമ തർക്കത്തിൽ ഈ അധികാരത്തിന്റെ തിമിരം ബാധിച്ചതിലെ പ്രോ വേർഷൻ, ഫേസ്ബുക്ക് പ്രോ എന്ന് പറയുന്നത് പോലെ അധികാരത്തിന്റെ തിമിരം ബാധിച്ചതിൽ പ്രോ വേർഷൻ ഞാനാണെന്ന് പിണറായി തെളിയിച്ചിട്ടുണ്ട്. ഇനി 2, സർവാധിപത്യം. ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സർവാധിപത്യമാണ്. CPM എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ പാർട്ടി സെക്രട്ടറിക്ക് ഒരു വാക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പറ്റുന്നുണ്ടോ? പാർട്ടി സെക്രട്ടറിക്ക് പോട്ടെ, ലോക്കൽ കമ്മിറ്റി അംഗത്തിന്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിന് പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ എതിരെ വിമർശനം അയച്ചുവിടാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ PR ഏജൻസി തന്നെ CPM-ന്റെ ഏറ്റവും പരമോന്നത നേതാവായിട്ട് അവതരിപ്പിച്ച ആളായിരുന്നല്ലോ ടീച്ചർ. ആ ടീച്ചറിനെ വേദിയിൽ ഇരുത്തി വിമർശിച്ചില്ലേ? 2 മിനിറ്റ് പ്രസംഗം കൂടി പോയെന്ന് പറഞ്ഞപ്പോ. അപ്പൊ CPM-ലെ സർവാധിപതി സ്റ്റാലിനിസ്റ്റ് അതായി പിണറായി വിജയൻ മാറിയിട്ടുണ്ട്. അപ്പൊ അതും ചേരുന്നത് പിണറായിക്കാണ്. 3, നേതൃപൂജ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ. കഴുകൻ പറക്കുന്നു,
സിംഹം കുരയ്ക്കുന്നു, സിംഹം ഗർജിക്കുന്നു, എന്താണ് പുലി ചാടുന്നു, അമർന്നു. എന്ത് തരത്തിലുള്ള നേതൃപൂജയാണ് ശ്രീ പ്രജി? അങ്ങനെ ഇടതുപക്ഷക്കാരനാണെങ്കിൽ 2 തോക്ക് കൈ കരുതണമെന്നല്ലേ നിങ്ങളുടെ സിദ്ധാന്തം? ഒന്ന് വഴിപിഴച്ച നേതൃത്വത്തിനെതിരെ. ആ വഴിപിഴച്ച നേതൃത്വമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ CPM ഇന്ന് ഭരിക്കുന്നതെന്നതിൽ സംശയം എന്താണുള്ളത്? സംശയം